ഇവിടെ ശ്രീ സന്ദീപ് വാര്യർ ഈ പ്രധാനപ്പെട്ട പ്രശ്നം ചില സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ എന്നുള്ള വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ഈ ബജറ്റിന്റെ ഊന്നലായി തന്നെ ധനമന്ത്രി വിശദീകരിച്ച ആദ്യത്തെ കാര്യങ്ങളിൽ തന്നെ ഈ എംപ്ലോയ്മെന്റ് ഉണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തിരിച്ചടിയാകാൻ ഇടയായ കാരണം എന്നുള്ള മട്ടിൽ വിലയിരുത്തൽ വിദഗ്ധർമാർ അടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. അത് ഇൻഫ്ലേഷൻ അടക്കമുള്ള കാര്യങ്ങളാണ്, തൊഴിലില്ലായ്മ അടക്കമുള്ള കാര്യങ്ങളാണ്. അത് അഡ്രസ് ചെയ്യാൻ കോൺക്രീറ്റായി എന്താണ് ഉള്ളത് എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അഭിലാഷ്, കുറച്ച് സമയം അധികം തരണം. കാരണം ഇവിടെ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾക്ക് പലതും ഈ പടർപ്പിൽ തല്ലുന്ന പരിപാടിയായിരുന്നു. കൃത്യമായിട്ടുള്ളൊരു ആക്ഷേപം ആയിട്ട് തോന്നിയതുമില്ല. എന്നാലും അവർ സൂചിപ്പിച്ച ചില കാര്യങ്ങൾക്ക് മാത്രം മറുപടി പറയാൻ ആഗ്രഹിക്കണം. പ്രത്യേകിച്ച് റഹീം പറഞ്ഞ ചില കാര്യങ്ങൾ. റഹീം എനിക്ക് തോന്നുന്നത് പാർലമെന്റിൽ പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഈ ബജറ്റ് TV-യിൽ കാണുക പോലും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ഈ യുവാക്കൾക്കുള്ള പരിപാടിയുടെ 15,000 രൂപ കൊടുക്കുന്ന പരിപാടിയുടെ കുറിച്ച് അദ്ദേഹം ഇപ്പം സൂചിപ്പിച്ചത്. ഇത് വാസ്തവത്തിൽ ആദ്യത്തെ ശമ്പളം സർക്കാർ കൊടുത്ത് കൈ കഴുകുന്ന പരിപാടിയല്ല. ഇത് സർക്കാർ ജോലിക്ക് പോകുന്ന ആദ്യമായി ജോലിക്ക് പോകുന്ന ആൾക്ക് 15,000 രൂപ 3 തവണയായി കൊടുക്കുന്നതിനൊപ്പം തന്നെ എംപ്ലോയർക്കും കൊടുക്കുന്നുണ്ട്, എംപ്ലോയർക്കും സബ്സിഡി കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 ഭാഗത്തു നിന്നും അല്ലെങ്കിൽ എംപ്ലോയർക്ക് കൂടുതലായിട്ട് പുതിയ ആളുകളെ ജോലിക്ക് വെക്കാനുള്ള പ്രോത്സാഹനം നൽകാൻ വേണ്ടിയുള്ള ഒരു സ്കീമായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. 2 ശമ്പളത്തിന് ഇത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ എംപ്ലോയർ ശമ്പളം കൊടുക്കണ്ട എന്ന് പറയുന്നില്ല. എംപ്ലോയർക്ക് ശമ്പളം കൊടുക്കുക, അതിന് പുറമേ കിട്ടുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് തൊഴിലില്ലാത്ത യുവാക്കൾക്ക് ഒരു അഡ്വാൻസ് ആയിട്ട് കിട്ടുന്ന പൈസ മാത്രമാണത്. അതിനർത്ഥം എംപ്ലോയർ ശമ്പളം കൊടുക്കണ്ട എന്നുള്ളതല്ല. ഇത് ശമ്പളത്തിന് പുറമെ സർക്കാർ കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ്. അത് മനസ്സിലാക്കാതെയാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന്, ഇത് കൊടുക്കുന്ന ഈ 15,000 രൂപ ഒരു ശമ്പളമായിട്ട് പരിഗണിച്ച് കൊടുക്കുന്നതിൽ 5,000 3 മാസമായിട്ടാണ് കൊടുക്കുന്നത്. 5,000 ആദ്യത്തെ മാസം കൊടുക്കും. പിന്നീട് ഒരു ടെസ്റ്റ് എഴുതണം. ആ ടെസ്റ്റ് സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചുള്ള ടെസ്റ്റാണ്, ഓൺലൈൻ ടെസ്റ്റാണ്. അത് എഴുതി കഴിഞ്ഞാൽ വീണ്ടും 5,000 രൂപ കിട്ടും, വീണ്ടും 5,000 രൂപ കിട്ടും. അതേസമയം 12 മാസത്തിനുള്ളിൽ ഈ ചെറുപ്പക്കാരനെ ജോലിയിൽ നിന്ന് എംപ്ലോയർ നീക്കുകയാണെങ്കിൽ എംപ്ലോയർക്ക് കൊടുക്കുന്ന സബ്സിഡി തിരിച്ചടയ്ക്കാൻ എംപ്ലോയർ ബാധ്യസ്ഥനാവുകയും ചെയ്യുന്നുണ്ട്. അതായത് തൊഴിൽ ഉറപ്പുവരുത്തുകയാണ്. ഈ ചെറുപ്പക്കാരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുന്ന ഒരു പരിപാടി കൂടി തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പുതുതായി ഇവിടെ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പുതുതായിട്ടൊരു ജോലി കിട്ടാൻ, എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ജോലി കിട്ടാൻ വലിയ പ്രയാസമുള്ള സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക്, വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങിയ ചെറുപ്പക്കാർക്ക് ജോലി നൽകാൻ വേണ്ടി തൊഴിൽ ദാതാക്കളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം, ഒരു സബ്സിഡിയാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കാതെയാണ് റഹീം 5,000 രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത്. 5,000 രൂപ മറ്റൊന്ന് ആ സ്കീമിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആ സ്കീമിൽ സ്വാഭാവികമായിട്ടും എംപ്ലോയർക്ക് കൂടുതൽ കൊടുക്കാം. 1,00,000 രൂപ വരെയുള്ള ആളുകൾക്ക് മുഴുവൻ. താങ്കൾ പറയുന്നത് പ്രധാനമന്ത്രിയുടെ പാക്കേജ് എന്നുള്ള നിലയിൽ പറഞ്ഞ തൊഴിൽ പദ്ധതിയെ കുറിച്ച്. റഹീം പറഞ്ഞത് ഈ 500 തെരഞ്ഞെടുക്കപ്പെട്ട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ 1 കോടി യുവജനങ്ങൾക്ക് 1 വർഷം ഇന്റേൺഷിപ്പിന് അവസരം കൊടുക്കുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നല്ലോ ബജറ്റിൽ. അതേക്കുറിച്ചാണ് റഹീം പറഞ്ഞത്. താങ്കൾ പറയുന്നത് പ്രധാനമന്ത്രിയുടെ പ്രത്യേക ജോബ് സ്കീമിനെ കുറിച്ചും. അല്ല, ഇന്ന് ധനകാര്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അവർ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യം, ഈ പദ്ധതികൾ കൊണ്ട്, പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ കൊണ്ട് സ്വാഭാവികമായിട്ടും 2 കാര്യങ്ങളുണ്ടാവും. ഒന്ന്, തൊഴിൽദാതാക്കൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു പ്രേരണ ലഭിക്കും. 2, ഇങ്ങനെ തൊഴിൽ കിട്ടുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും സ്കിൽ ഡെവലപ്മെന്റ് ആവും, അവർ എക്സ്പീരിയൻസ്ഡ് ആവുകയാണ്, അവർക്ക് കൂടുതൽ നല്ല തൊഴിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തൊഴിൽ കൊടുക്കാനുള്ള തൊഴിൽദാതാക്കൾക്കുള്ള പ്രേരണ കൂടും. 2, തൊഴിൽ കിട്ടുന്നവർക്ക് എക്സ്പീരിയൻസ് കൂടും, അവർക്കൊരു സപ്പോർട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുകയും ചെയ്യുകയാണ്. അപ്പോൾ നല്ലൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. വലിയ തോതിൽ ഇത് രാജ്യത്ത് സ്വാഗതം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2, ഇവിടെ റഹീമും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചൊരു കാര്യം ആന്ധ്രയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, YSRCP നേരത്തെയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് സഹായിക്കാമായിരുന്നല്ലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. YSRCP ഒരിക്കലും NDAയുടെ ഒഫീഷ്യൽ ഭാഗമായിരുന്നില്ല. പക്ഷേ YSRCPയും TDPയും തമ്മിൽ ഈ തലസ്ഥാനം സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. YSRCPക്ക് വിശാഖപട്ടണം വേണമെന്നും അമരാവതി എന്ന് പറയുന്ന പുതിയ നഗരത്തിന് ചന്ദ്രബാബു നായിഡുവിന്റെ കാലത്ത് അവിടെ തറക്കല്ലിടുകയും പ്രവൃത്തി ഏറെ മുന്നോട്ട് പോവുകയും ചെയ്തതാണ്. അപ്പോൾ വലിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഹൈദരാബാദ് തലസ്ഥാനമായിട്ടുള്ള കാലാവധി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ആന്ധ്രയ്ക്ക് തലസ്ഥാനമില്ലാത്ത അവസ്ഥ ഇപ്പോൾ വന്നു. അതിന് കാരണമായത് അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നമാണ്. അതിന് BJPക്ക് ഉത്തരവാദിത്തമില്ല. അവിടുത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രചരണ വിഷയവും ഹൈദരാബാദ് വേണോ അമരാവതി വേണോ എന്നുള്ളതായിരുന്നു. ജനങ്ങൾ അമരാവതി മതി എന്നതിന്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രബാബുവിന് വോട്ട് ചെയ്തു. സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ താല്പര്യം കൂടിയാണ് പുതിയൊരു നഗരം ഡെവലപ്പ് ചെയ്ത് വരണം. അതിനുവേണ്ടി അവിടെ പണം നീക്കി വെച്ചിട്ടുണ്ട്. അത് ഭരണഘടനാപരമായി ആന്ധ്രയ്ക്ക് കൊടുക്കേണ്ടതാണ്. അത് നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. മറ്റൊന്ന്, ബീഹാറിനാവട്ടെ മറ്റൊരു സംസ്ഥാനത്തിന് സ്പെഷ്യൽ പാക്കേജ് അനുവദിച്ചിട്ടില്ല.
അവിടെ ചില പദ്ധതികൾ, പ്രധാനപ്പെട്ട പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പദ്ധതികൾ ആ സംസ്ഥാനത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഗണിച്ചിട്ടുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, ബീഹാറിന് സ്പെഷ്യൽ പാക്കേജ് നൽകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നില്ലേ? നിങ്ങൾ മുന്നണി പറഞ്ഞിരുന്നില്ലേ? നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ബീഹാറിന് മാത്രമായിട്ട് സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കുമായിരുന്നില്ലേ? അപ്പൊ ഞങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളവിടെ ചില പദ്ധതികൾ പ്രഖ്യാപിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ മറ്റൊന്ന് ഈ രണ്ടു കൂട്ടരും പറഞ്ഞത് സാധാരണക്കാരെ സംബന്ധിച്ച പല കാര്യങ്ങളും. റഹീം പറഞ്ഞു മരുന്നിന്റെ വില കുറയ്ക്കാൻ വല്ല കാര്യവും ചെയ്തിട്ടുണ്ടോ? എയർ ട്രാവലിംഗുമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ചു. അദ്ദേഹത്തിന് ജൻ ഔഷധിയെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ജൻ ഔഷധി പദ്ധതി തുടങ്ങിയിട്ട് കാലം എത്രയായി? ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ 5000-വും 10000-വും മരുന്നിന് പ്രതിമാസം കൊടുക്കേണ്ടിയിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 2000-നും 3000-നും മരുന്ന് വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഉഡാൻ സ്കീം പ്രകാരം രാജ്യത്ത് നിരവധിയായിട്ടുള്ള പുതിയ എയർപോർട്ടുകളിലേക്ക് ഉഡാൻ സ്കീം പ്രകാരം 1000-ൽ താഴെയാണ് ഫ്ലൈറ്റ് ചാർജുള്ളത്, ടിക്കറ്റ് ചാർജുള്ളത്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഏകദേശം 1.5 കോടി ഇന്ത്യക്കാർ പുതുതായിട്ട് വിമാനയാത്ര തുടങ്ങി. രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ അദ്ദേഹത്തിൽ വരുമ്പോൾ 10-70 എയർപോർട്ടായി നിന്ന് 150ഓളം എയർപോർട്ടായി ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഈ രണ്ട് കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം മറച്ചു വെക്കണം. മറ്റൊന്ന് റബ്ബറിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെയാണ് റബ്ബറിന്റെ ഇറക്കുമതി തീരെ ഉയർത്തിയത്. അത് അദ്ദേഹം കാണാതെ പോയതാണോ? പിന്നെ ഓരോ കാര്യങ്ങളും ഓരോ സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിന്റെ കാര്യങ്ങളോ വെവ്വേറെ പറയുന്ന രീതി ഇപ്പൊ ബജറ്റിൽ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബജറ്റ് പൂർണ്ണമായ കോപ്പിയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബജറ്റിൽ അവിടെയാണ് ഏതൊക്കെ പദ്ധതികൾ ചൂണ്ടിക്കാണിക്കേ. ഞാൻ പറയട്ടെ, താങ്കൾ പറയാനുള്ളതൊക്കെ പറഞ്ഞോളൂ. ഇല്ല അഭിലാഷേ, അഭിലാഷ, ഇവിടെ BJP ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങളുണ്ടല്ലോ. അതിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇതുപോലെ ഇപ്പോൾ ഗുജറാത്തിൽ ഇത്രയും കൂടുതൽ വികസന പദ്ധതി പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ചില സ്പെഷ്യൽ പാക്കേജ് സ്പെഷ്യൽ ആയിട്ടുള്ള കൺസിഡറേഷൻ ആവശ്യമുള്ള ചില സ്ഥലങ്ങൾ പ്രഖ്യാപിച്ചതിലപ്പുറം ബാക്കിയെല്ലാം വിപുലമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ വ്യാവസായിക ഇടനാഴികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 100ഓളം വ്യാവസായിക ഇടനാഴികൾ വരേണ്ടതിൽ 12 അടിയന്തരമായിട്ട് വരികയാണ്. അപ്പോൾ വലിയ തോതിൽ രാജ്യത്തെ റൂറൽ എക്കണോമിയെ അടക്കം സ്വാധീനിക്കുന്ന ഒരു വലിയ പ്രഖ്യാപനം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഒരേ സമയത്ത് തൊഴിലില്ലാത്തതിനെ കുറിച്ച് ആകുലതപ്പെടുകയും കോർപ്പറേറ്റ് ടാക്സ് കുറച്ചതിനെ കുറിച്ചിട്ട് അതെന്തോ വലിയ മോശമായി എന്ന് പറയുകയും ചെയ്തതാണ്. അപ്പോൾ ഈ തൊഴിലില്ലായ്മ പരിഹരിക്കണമെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്താ ചെയ്യാൻ സാധിക്കുന്നത്? കോർപ്പറേറ്റ് ടാക്സ് കുറച്ച് രാജ്യത്ത് കൂടുതൽ നിക്ഷേപം കൊണ്ടുവന്ന് രാജ്യത്ത് നിക്ഷേപത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി അങ്ങനെ സ്വകാര്യ മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സാമാന്യ ബോധമുള്ള എല്ലാ സർക്കാരുകളും ചെയ്യേണ്ടത്. നിങ്ങൾ ഉള്ള നിലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ തൊഴിലുടമകളെ തന്നെ ഇവിടുന്ന് ഓടിപ്പിക്കുന്ന സർക്കാർ എവിടെ ഭരിക്കുന്നത്? നിങ്ങളുടെ സംസ്ഥാന സർക്കാർ 7 വർഷമായി പിണറായി വിജയൻ ഭരിക്കുന്നു. രാജ്യത്ത് വന്നിട്ടുള്ള FDIയിൽ എത്ര ശതമാനമാണ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്? അപ്പൊ രാജ്യത്ത് വിദേശ നിക്ഷേപം കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ വലിയ പരാജയമാണ്. ഇവിടെ ഫോറിൻ കമ്പനീസിന്റെ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചത് ഒരു സെക്കൻഡ് എന്ന് പൂർത്തിയാക്കട്ടെ. ഇവിടെ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ എത്ര കോർപ്പറേറ്റ് ടാക്സ്? 25%, 15%. ഇവിടെ ഇപ്പോഴും 35%. എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് നിക്ഷേപം വരിക? നമ്മൾ ആനുപാതികമായിട്ടുള്ള രീതിയിൽ ഇല്ലെങ്കിൽ പോലും ഒരു കുറവ് വരുത്തണ്ടേ? അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന നിക്ഷേപം മറ്റ് രാജ്യങ്ങളിലേക്ക് പോകില്ലേ? ഈ ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് വിളിക്കുന്ന ബ്രസീൽ, റഷ്യ, ഇന്ത്യ, അതുപോലെ തന്നെ ചൈന, നമ്മുടെ സൗത്ത് ആഫ്രിക്ക, നിങ്ങൾ ഇവിടെ എല്ലാമുള്ള ഈ ബ്രിക്സ് രാജ്യങ്ങളിലെ കോർപ്പറേറ്റ് ടാക്സ് നിങ്ങൾ പരിശോധിക്കുക. ഇന്ത്യയിലാണ് ഇപ്പോഴും ഏറ്റവും അധികം ഉള്ളത്. നേരത്തെ നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള നിക്ഷേപകരുടെ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും വിദേശ നിക്ഷേപകരുടെ കോർപ്പറേറ്റ് ടാക്സ് ഉയർന്നതായിരുന്നു. അപ്പൊ അത് തമ്മിലെങ്കിലും ഒരു അനുപാതം വേണ്ടേ? അപ്പൊ ഈ കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുന്ന വാസ്തവത്തിൽ രാജ്യത്ത് തൊഴിലവസരങ്ങൾ ഉണ്ടാവാനാണ്, നിക്ഷേപം വരാനാണെന്ന് സാമാന്യ യുക്തിയാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലാവില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാർ ഈ ചങ്ങാത്ത മുതലാളിത്തത്തിനെതിരായിട്ടൊക്കെ പറയും. പിന്നെ അദ്ദേഹം 5000 രൂപ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. നിങ്ങൾ ബാക്കിയുള്ള മുതലാളിമാരെ കുറിച്ച് വിട്. കേരളത്തിലെ ചില മുതലാളിമാർ നടത്തുന്ന വലിയ വലിയ ഷോപ്പിംഗ് മാളുകളുണ്ടല്ലോ കേരളത്തിൽ. അവിടെ ഇപ്പോഴും 5000 രൂപയ്ക്ക് പണിയെടുക്കുന്ന, പ്രതിമാസം പണിയെടുക്കുന്ന നിരവധി ചെറുപ്പക്കാർ ഈ കേരളത്തിലുണ്ട്. റഹീമെ, നിങ്ങൾ DYFIക്ക് വേണ്ടി കൊടി പിടിച്ചിട്ടുണ്ട്. എറണാകുളത്തെ എടപ്പള്ളിയുള്ള വലിയ മാളുണ്ടല്ലോ, നിങ്ങൾ അതിനുള്ളിൽ കയറിയിട്ട് ചെറുപ്പക്കാർക്ക് കിട്ടുന്ന പൈസ എത്ര എന്ന് ചോദിച്ചു നോക്ക്. എന്നിട്ട് മറുപടി പറയും. ശരി, ഓക്കെ, അതാണ് BJP വിശദീകരണം.